ഇന്നില്ല, നാളെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. വേറെ ആരാ? ഞാൻ ചൊല്ലാം മിസ്സേ. പേര് പറയൂ. പേരെന്താ? ആനി റോസ്. ഓക്കെ ആനി. God, your love shines bright and true, guiding us in all we do. Your creation wondrous and grand. We feel your presence in this land. Thank you, God, for your loving hand. ഓക്കെ. നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം, വിച്ച് ഈസ് യൂണിറ്റ് 6 സൈക്കോളജി. ഓക്കെ, പാർട്ട് 3 യൂണിറ്റ് 6 സൈക്കോളജി. ഓക്കെ, സ്ക്രീൻ ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് സൈക്കോളജി എന്ന് പറഞ്ഞ എന്താ? സൈക്കോളജി മനഃശാസ്ത്രം. സൈക്കോളജി എന്ന് പറഞ്ഞ മീനിങ് എന്തായിരുന്നു? മനഃശാസ്ത്രം. അപ്പൊ നോക്കിക്കോളൂ, സൈക്കോളജി എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാ വന്നിരിക്കുന്നത്? സൈക്കോളജി, ഗ്രീക്കിൽ നിന്നുമാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിക്കോളൂ, സൈക്കെ മീൻസ് എന്താ? സൈക്കെ മീൻസ് സോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സൈക്കെ എന്ന് പറഞ്ഞാൽ സോൾ എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സയൻസ് എന്നാണ്. സോ സൈക്കോളജി എന്തായിരിക്കും അപ്പോ? സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരിക്കാം? സൈക്കെ എന്ന് പറഞ്ഞാല് ആത്മാവ്. ഓക്കെ. സൈക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സോൾ എന്നാണ് പറഞ്ഞത് അല്ലേ? അതേപോലെ തന്നെ ലോഗോസ് എന്ന് പറഞ്ഞാൽ സയൻസ് എന്നാണ് അർത്ഥം. സോ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്തെതിൽ കൊടുത്തിരിക്കുന്നത്? സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് സോൾ. ഓക്കെ, സയൻസ് ഓഫ് സോൾ. ക്ലിയർ ആണോ ഇത്? അപ്പൊ സൈക്കോളജിയുടെ മീനിങ് ചോദിച്ചാൽ എന്താണ്? സയൻസ് ഓഫ് സോൾ എന്നാണ് സൈക്കോളജിയുടെ അർത്ഥം. ക്ലിയർ അല്ലേ അത്? ഓക്കെ, ഇനി എവിടെ നിന്നാ വേർഡ് വന്നിരിക്കുന്നത്? ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാ? ഗ്രീക്ക്. ഓക്കെ, ഗ്രീക്ക് വേർഡ് ആണ് സൈക്ക് ആൻഡ് ലോഗോസ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് മീൻസ് എന്തായിരുന്നു? സയൻസ് ഓഫ് സോൾ എന്നാണ്. ഇനി അതേപോലെ തന്നെ മോഡേൺ തിയറീസിലാണെങ്കിലും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും അല്ലെങ്കിൽ എന്താണ് സിദ്ധാന്തങ്ങളിലും ഇത്തരത്തിലുള്ള ഈ പ്രിൻസിപ്പിൾസ്, സൈക്കോളജിയിൽ നിന്നുള്ള പ്രിൻസിപ്പിൾസ് ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തിനൊക്കെ വേണ്ടിയായിരിക്കാം? മോഡേൺ തിയറീസിലും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലും ഈ പ്രിൻസിപ്പിൾസ്, സൈക്കോളജിയിൽ നിന്നുള്ള ധാരാളം പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയായിരിക്കാം? കുട്ടികളുടെ പഠന നിലവാരം എങ്ങനെ ഉയർത്തണം, ഓക്കെ, അവരുടെ ലെവൽ എങ്ങനെ ഉയർത്തണം, ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് നൽകേണ്ടത്, അതേപോലെ തന്നെ ഏത് രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി സൈക്കോളജിയിലെ പല പ്രിൻസിപ്പിൾസും എന്താണ് ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആണോ? എന്തോ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു മിസ്സേ. യൂണിറ്റ് 2 സൈക്കോളജി യൂണിറ്റ് 6. മാം ഒന്നും കൂടി പറഞ്ഞുതരോ? പറയാം. ഓക്കെ, യൂണിറ്റ് 6 പാർട്ട് 3 ആണ്. പാർട്ട് 2 അല്ലേ മാം? 2 ആണോ? ഓക്കെ, സോറി. പാർട്ട് 2 യൂണിറ്റ് 6 കിട്ടിയോ? ഓക്കെ. എന്താണ് സൈക്കോളജിയുടെ മീനിങ്? എന്താ പഠിച്ചത് നമ്മള്? മീനിങ് എന്തായിരുന്നു? സയൻസ് ഓഫ് സോൾ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ്, സൈക്കോളജിയിൽ നിന്നുള്ള ധാരാളം പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കാം? കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് നൽകേണ്ടത്, അതേപോലെ തന്നെ ഏത് രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഓക്കെ, എങ്ങനെ പഠിപ്പിച്ചാലാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ധാരാളം പ്രിൻസിപ്പിൾസ് സൈക്കോളജിയിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ? ഇനി ഇതിന്റെ ഹിസ്റ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെ അറിയാം? സൈക്കോളജിയുടെ ഹിസ്റ്ററിയെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ?
നമ്മൾ ഏൻഷ്യൻ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള പണ്ട് കാലത്തെ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള അരിസ്റ്റോട്ടിൽ, അതേപോലെ പ്ലേറ്റോ, സോക്രട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ആ കാലത്ത് ഇവര് മൈൻഡിനെ കുറിച്ച്, അതേപോലെ തന്നെ എന്താണ് സ്വഭാവത്തെ കുറിച്ച്, ബിഹേവിയറെ കുറിച്ചെല്ലാം എന്താണ് ചെറിയ ചെറിയ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി മോഡേൺ സൈക്കോളജിയിലോട്ട് വരുമ്പോൾ ഇത് പണ്ട് കാലത്തെയാണ്. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ ഒക്കെ പണ്ട് കാലത്തുള്ളതാണ്. അവർ മൈൻഡിനെ കുറിച്ച് സൈക്കോളജി എന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല, മറിച്ച് എങ്ങനെയാണ് മൈൻഡ് എന്താണ്, മനസ്സിനെ കുറിച്ച്, സ്വഭാവത്തെ കുറിച്ചെല്ലാം എന്താണ് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ മോഡേൺ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള റെനെ പോലുള്ളവര് ഒരു ഇൻഡിവിജ്വലും അയാളുടെ മനസ്സും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചെല്ലാം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മനസ്സ്, ഓക്കെ, ഇതെങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ മോഡേൺ ഫിലോസഫേഴ്സ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, പഠിക്കാനൊന്നുമില്ല. അതേപോലെ തന്നെ സൈക്കോളജിയിൽ പലതരം വിങ്സ് ഉണ്ട്, അതായത് ബ്രാഞ്ചസ് ഉണ്ട്. പലതരം ബ്രാഞ്ചസ് സൈക്കോളജിയിലുണ്ട്. എക്സാമ്പിൾ പറയാമോ? ഏതൊക്കെ കേട്ടിട്ടുണ്ട്? സൈക്കോളജിയിൽ പലതരം ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറയുന്നു, വിങ്സുകൾ ഉണ്ടെന്ന് പറയുന്നു. ഏതൊക്കെയാണ്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സൈക്കോളജി. ചൈൽഡ് സൈക്കോളജി ഒരു ബ്രാഞ്ചാണ്, ഒരു വിഭാഗമാണ്. സൈക്കോളജിയിൽ ഒരു വിഭാഗമാണ് ചൈൽഡ് സൈക്കോളജി. ഓക്കെ, ദെൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി, അങ്ങനെ ഒത്തിരി സൈക്കോളജിയിൽ പലതരം വിഭാഗങ്ങളുണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, അതിലെന്താണ് സ്റ്റിൽ ഇപ്പോഴും പലതരത്തിലുള്ള റിസർച്ചുകൾ, ഗവേഷണങ്ങൾ, കണ്ടുപിടുത്തങ്ങളൊക്കെ, പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഇൻട്രോ പാർട്ടിൽ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഇനി സൈക്കോളജിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ, അതൊന്ന് നോട്ട് ചെയ്തോളൂ. എങ്ങനെയാ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. എന്താ സൈക്കോളജി? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യന്റെ ബിഹേവിയറെ കുറിച്ചുള്ള, പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ പറയാം? സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. എന്താ പറയുന്നത്? എന്താണ്? സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. എന്താ കോഗ്നിറ്റീവ് പ്രോസസ്? എന്തായിരിക്കാം? നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിച്ചു, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടേം. എന്താണ് കോഗ്നിറ്റീവ്? ഏകോപനം. എന്തോ? ഏകോപനം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഒരു കുട്ടിയിൽ പലതരത്തിലുള്ള ഡെവലപ്മെന്റുകൾ സംഭവിക്കുന്നുണ്ടെന്ന് പഠിച്ചു. അതിൽ നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് പഠിച്ചു, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിച്ചു, ഇമോഷണൽ ഡെവലപ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഡെവലപ്മെന്റ് പഠിച്ചു. അതിൽ ഒരു ടേം ആയിരുന്നു കോഗ്നിറ്റീവ്. എന്താണ്? വൈജ്ഞാനികമായ വളർച്ച സംഭവിക്കുന്നുണ്ട്, അതായത് ബുദ്ധിപരമായ വളർച്ച കുട്ടിക്ക് സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അതായത് മെന്റൽ ആക്ടിവിറ്റീസ്, ഒരു നോളജ് എങ്ങനെ നേടുന്നു, അതിനെങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, എങ്ങനെ ഓർത്തിരിക്കുന്നു, ആ കാര്യങ്ങൾ വേണ്ടപ്പോൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, മൈൻഡുമായി ബന്ധപ്പെട്ട് മെന്റൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതിനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? കോഗ്നിറ്റീവ് വൈജ്ഞാനികപരമായ വളർച്ച അല്ലെങ്കിൽ ബുദ്ധിപരമായ വളർച്ച, അതിനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് സൈക്കോളജി എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. എന്തിനെ കുറിച്ചുള്ള സയൻസ് ആണെന്ന് പറയുന്നത്? പെരുമാറ്റത്തെ കുറിച്ചും വൈജ്ഞാനിക പ്രക്രിയയെയും കുറിച്ചുള്ള ശാസ്ത്രമാണ്, സയൻസ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, സൈക്കോളജി എന്താണ്, ഓക്കെ, അതിന്റെ ആ സൈക്കോളജി എന്ന് പറയുന്ന വേർഡ് ഗ്രീക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇനി അതിന്റെ മീനിങ് എന്തായിരുന്നു? അതേപോലെ തന്നെ സൈക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സോൾ എന്നാണ് അർത്ഥം. ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അർത്ഥം. അത് ഓർത്തിരിക്കണം. ഇനി വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് ചെറിയ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് സൈക്കോളജി എന്ന് പറഞ്ഞാല്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. കോഗ്നിറ്റീവ് പ്രോസസ്സിന്റെയും പെരുമാറ്റത്തിന്റെയും ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
സോ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഡെഫിനിഷൻ എന്താണ്, മീനിങ് എന്താണ്? ഓക്കെ. ഇനി എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും, ഇൻക്ലൂഡിങ് ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റ് കൗൺസിലേഴ്സ് ആണെങ്കിലും, ഓക്കെ, എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ പല പ്രിൻസിപ്പിൾസും പല കാര്യങ്ങൾക്കായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്, കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയായിരിക്കാം, അവരുടെ പഠന നിലവാരം അളക്കുന്നതിന് വേണ്ടിയായിരിക്കാം. ഇതിനെല്ലാം വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സൈക്കോളജിയിലെ പല പ്രിൻസിപ്പിൾസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ സൈക്കോളജിയിലെ പ്രിൻസിപ്പിൾസ് എഡ്യൂക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിനെയാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്ലൈഡ് സൈക്കോളജി. സൈക്കോളജിയിലെ പലതരം പ്രിൻസിപ്പിൾസ് എവിടെ യൂസ് ചെയ്യുന്നു? എവിടെ അപ്ലൈ ചെയ്യുന്നു? എവിടെ അപ്ലൈ ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. അതിനെയാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി എഡ്യൂക്കേഷൻ എന്താണ്, ടീച്ചേഴ്സ് ആകുന്നവരുണ്ടല്ലോ, അവരുടെ ട്രെയിനിങ് കോഴ്സിൽ ഇതൊരു ഭാഗമാണ്, പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോളൂ. അതിലെന്താ പറയുന്നത്? അപ്പൊ നമ്മൾ സൈക്കോളജി എന്താണെന്ന് പഠിച്ചു, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു. എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും സൈക്കോളജിയിലെ പലതരത്തിലുള്ള പ്രിൻസിപ്പിൾസ്, ഓക്കെ, കുട്ടികളിലെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പലതരം കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി അതിനെയാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി പറയുന്നു, വെരി റീസെന്റ് ആയിട്ട് സൈക്കോളജിയുടെ പല വിഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പല ബ്രാഞ്ചസും എന്താണ്, ഡൈനാമിക് ആയിട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരു സൈക്കോളജിയിലെ ഒരു ബ്രാഞ്ചാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. ഓക്കെ, സൈക്കോളജിയിലെ റീസെന്റ് ആയിട്ട് സൈക്കോളജിയിലെ ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ സൈക്കോളജി എന്താണ്? പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജി? സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ലൈഫ് സ്പാൻ സൈക്കോളജി. ഓക്കെ, ലൈഫ് സ്പാൻ സൈക്കോളജി. ക്ലിയർ ആണോ? സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ് അതിന്റെ? ഓൾസോ നോൺ ആസ് ലൈഫ് സ്പാൻ സൈക്കോളജി. എന്താ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാല്? എന്താ ലൈഫ് സ്പാൻ? ലൈഫ് സ്പാൻ എന്തോ ജീവിത ചക്രം എന്നൊക്കെ പറഞ്ഞു. അതെ. ഓക്കെ. അപ്പൊ എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജി? ഒരു ജീവിത കാലയളവിൽ, ഓക്കെ, ത്രൂ ഔട്ട് ദ ലൈഫ്, ആ ജീവിതത്തിലുടനീളം ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന പെരുമാറ്റത്തിലും അതേപോലെ തന്നെ നേരത്തെ പഠിച്ചില്ലേ, കോഗ്നിറ്റീവ് പ്രോസസ്സ്, വൈജ്ഞാനിക പ്രക്രിയയിലും സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള ബ്രാഞ്ചസ് ആണോ സൈക്കോളജിയുടെ? ഓക്കെ. ബ്രാഞ്ചസ് ആണോ? വിങ്സ്. ഓക്കെ, സൈക്കോളജിയുടെ ഒരു വിങ്സ് ആണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താ പറയുന്നത്? ലൈഫ് സ്പാൻ. മറ്റൊരു പേരെന്തായിരുന്നു? ലൈഫ് സ്പാൻ സൈക്കോളജി എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? എന്തായിരിക്കാം ലൈഫ് സ്പാൻ സൈക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജീവിതചക്രം. ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിലുടനീളം ഒരു പെരുമാറ്റത്തില് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ്, വൈജ്ഞാനിക പ്രക്രിയയിൽ, കോഗ്നിറ്റീവ് പ്രോസസ്സിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ പേരിൽ തന്നെയുണ്ട് ലൈഫ് സ്പാൻ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുടനീളം പെരുമാറ്റത്തില്, ബിഹേവിയറിൽ, അതേപോലെ തന്നെ കോഗ്നിറ്റീവ് പ്രോസസ്സിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡെവലപ്മെന്റൽ സൈക്കോളജി കൂടുതലും റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഡെവലപ്മെന്റൽ സൈക്കോളജി കൂടുതലും റിലേറ്റ് ചെയ്തിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി, ഓക്കെ, ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ചൈൽഡ് സൈക്കോളജിയുമായിട്ടും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുമായിട്ടാണ്. ക്ലിയർ ആണോ? അപ്പൊ ചൈൽഡ് സൈക്കോളജി എന്താണ്? സൈക്കോളജി എന്താണെന്ന് പഠിച്ചു നമ്മൾ. എന്തായിരുന്നു സൈക്കോളജി എന്ന് പറഞ്ഞാല്? മനഃശാസ്ത്രം, ബിഹേവിയർ. നമ്മൾ എന്താ പഠിച്ചത്? സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയർ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ.
Science of soul. Study of human behavior. ആരെ കുറിച്ചായിരിക്കും? കുട്ടികളുടെ കുട്ടികളിലെ സ്വഭാവങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ചൈൽഡ് എന്ന് പറയുന്നത്. കുട്ടികളിലെ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളിലെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും അവരുടെ വികസനത്തെയും കുറിച്ചുള്ള പഠനമാണ് ചൈൽഡ് സൈക്കോളജി. ഇസ് ഇറ്റ് ക്ലിയർ? ഒരാഴ്ച പറഞ്ഞല്ലോ മാം. ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളിലെ പെരുമാറ്റത്തെയും അതേപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റിനെയും കുറിച്ചുള്ള പഠനമാണ് ചൈൽഡ് സൈക്കോളജി. അപ്പൊ ഇവിടെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്, ഒരു കുട്ടിയിൽ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഡെവലപ്മെന്റ്? ഒരു കുട്ടിയിൽ പല രീതിയിലുള്ള ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഡെവലപ്മെന്റ്? ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ്. ഒരു കുട്ടികള് എന്താണ് ചെറുതായിരിക്കുമ്പോ ഒരു കാര്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടായിരിക്കില്ല കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ, അല്ലേ? നെക്സ്റ്റ് ലെവലിൽ എന്തായിരിക്കും? അതിനെ കുറിച്ചുള്ള തോട്ട് പ്രോസസ് മറ്റൊരു രീതിയിലായിരിക്കും. ലോകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മറ്റൊരു രീതിയിലായിരിക്കും. ഓക്കെ, അതിന്റെ മീൻസ് എന്താണ്? ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട് കുട്ടിക്ക്, അല്ലേ? പിന്നെ എന്ത് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്? ഓക്കെ, മെന്റൽ ഡെവലപ്മെന്റ് കഴിഞ്ഞു. പിന്നെ മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, എന്താണത്? ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഇതായിരിക്കാം ഫിസിക്കൽ ഡെവലപ്മെന്റ്. സംഭവിക്കുന്നുണ്ട്, അല്ലെ? കുട്ടിയുടെ വെയിറ്റ്, ഹൈറ്റ്, മൊത്തത്തിലുള്ള എന്താണ് ശാരീരിക വളർച്ചയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മെന്റൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്, അതേപോലെ ഫിസിക്കൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. പിന്നെന്താണ്? Social development. സോഷ്യൽ ഡെവലപ്മെന്റ്, അല്ലേ? ചെറിയൊരു കുട്ടി ആയിരുന്നപ്പോ എവിടെയായിരുന്നു അവൻ കഴിഞ്ഞിരുന്നത്? അവന്റെ സറൗണ്ട് എങ്ങനെയായിരുന്നു? വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സുമായിട്ടായിരുന്നു കൂടുതൽ ആ ടൈം കുട്ടി ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്, അല്ലേ? കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ അവൻ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? സൊസൈറ്റിയുമായിട്ട് കൂടുതൽ ഇടപെടുകാനായിട്ട് തുടങ്ങുന്നുണ്ട്. വിച്ച് മീൻസ് സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്നുണ്ട്, അല്ലേ? അപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. പിന്നെ ഏത് ഡെവലപ്മെന്റ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അല്ലേ? ഓരോ വയസ്സ് കഴിയും തോറും കുട്ടികളെ ലാംഗ്വേജുകൾ എന്താണ്? കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ? Emotional development. വെരി ഗുഡ്. ഇമോഷണൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്, അല്ലെ? ഏതൊക്കെയാ ഇമോഷൻസ്? കുട്ടികളിൽ കാണപ്പെടുന്ന ഇമോഷൻസ് ഏതൊക്കെയാ? വാശി, ഹംഗ്രി, പേടി, ഓക്കെ, പലതരത്തിലുള്ള ഇമോഷൻസ് കുട്ടികളിൽ കാണപ്പെടുന്നുണ്ട്. ഇതെല്ലാം ചെറിയ പ്രായത്തിൽ എങ്ങനെയായിരിക്കും? എക്സ്ട്രീം ലെവൽ ആയിരിക്കും, അല്ലെ? കുട്ടികളിലെ ഈ ഇമോഷൻ എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ്? എക്സ്ട്രീം ലെവൽ ആയിരിക്കും. ഇപ്പൊ എന്തെങ്കിലും വാശി പിടിക്കുന്നത് എങ്ങനെയായിരിക്കും? എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയാണെങ്കിലും കുട്ടി എക്സ്ട്രീം ലെവലിൽ വാശി പിടിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ, അതായത് ഇമോഷണൽ ഡെവലപ്മെന്റ് സംഭവിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആ കുട്ടി പഠിക്കുന്നുണ്ട്, സാഹചര്യങ്ങൾക്കനുസരിച്ച്. ഹാപ്പിനെസ്, ഫിയർ, ഓക്കെ, എന്താണ്? സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസിനനുസരിച്ച് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കുട്ടി പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ അവൻ ദേഷ്യം വന്നാൽ അവൻ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കും. ഓക്കെ, അതിനെയാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? സോ കുട്ടിയിലെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഡെവലപ്മെന്റിനെയും അതേപോലെ തന്നെ ബിഹേവിയർ, പെരുമാറ്റത്തെയും കുറിച്ചുള്ള പഠനമാണ് ചൈൽഡ് സൈക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടി ചൈൽഡ് സൈക്കോളജിയിൽ പറയുന്നുണ്ട്. മുതിർന്നവരിൽ നിന്നും, അഡൽട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരിലെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്, ഈ കാര്യങ്ങളും ചൈൽഡ് സൈക്കോളജി ഡീല് ചെയ്യുന്നുണ്ട്. ഓക്കെ, മുതിർന്നവരുമായിട്ട് കണക്ട് ചെയ്യാതെ, അതായത് മുതിർന്നവരിൽ നിന്നും കുട്ടികളെ മറ്റൊരു ഗ്രൂപ്പായിട്ട് മാറ്റി നിർത്തിയിട്ട് എന്താണ് അവരിലെ സ്വഭാവങ്ങൾ എങ്ങനെയാണ് വളർന്നു വരുന്നത്, ഓക്കെ, അവരിലെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചും എന്താണ് ചൈൽഡ് സൈക്കോളജി ഡീല് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി HR
ഷാഫർ ഓക്കെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. എങ്ങനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജിയെ? സയന്റിഫിക് ാണ് വിച്ച് മീൻസ് ശാസ്ത്രീയ എന്താണ് പഠനമാണ്. എന്തിനെ കുറിച്ചുള്ള എന്തിന്റെ ശാസ്ത്രീയ പഠനമാണ്? കുട്ടികളിലെ പെരുമാറ്റത്തെ കുറിച്ചും അതേപോലെ തന്നെ അവരുടെ വികസനത്തെ കുറിച്ചുമുള്ള ശാസ്ത്രീയ പഠനമാണ് ചൈൽഡ് സൈക്കോളജി എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? HR ഷാഫർ. HR ഷാഫർ ആണ് അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു പഠിച്ചത്? എന്താണ് ചൈൽഡ് സൈക്കോളജി? ഓക്കെ, അതിനു മുൻപ് എന്താണ് ആ വേർഡ് എവിടുന്ന? സൈക്കോളജി എന്ന് പറയുന്ന വേർഡ് ഫസ്റ്റ് എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? മീൻസ് എന്തായിരുന്നു? സോള് സയൻസ് ആണ്. സോ സൈക്കോളജി മീൻസ് എന്താണ്? സയൻസ് ഓഫ് സോൾ സോൾ എന്നാണ് അർത്ഥം. ആത്മാവിനെ കുറിച്ചുള്ളത്, ആത്മാവിന്റെ ശാസ്ത്രം അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്നാണ് സൈക്കോളജിയുടെ മീനിങ്സ്. ഇനി എങ്ങനെയാ ഡെഫിനിഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? Study of human behavior. സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ Science of Science of behavior and cognitive function. മാറ്റത്തെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ഇത്? പിന്നെന്തായിരുന്നു പഠിച്ചത്? അപ്ലൈഡ് സൈക്കോളജി. പല എഡ്യൂക്കേറ്റേഴ്സും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ സൈക്കോളജിയിൽ നിന്നുള്ള പല കോൺസെപ്റ്റുകളും അല്ലെങ്കിൽ എന്താണ് പ്രിൻസിപ്പിൾസും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷനിലേക്ക് സൈക്കോളജിയിലെ പല പ്രിൻസിപ്പിൾസും അപ്ലൈ ചെയ്യുന്നു. അതിനെയാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? എന്തിനൊക്കെ വേണ്ടിയായിരിക്കാം? പഠന നിലവാരം ഉയർത്താൻ കുട്ടികളില്. പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി. ദെൻ ഓക്കെ, ഏത് ആക്ടിവിറ്റീസ് കൊടുക്കണം, എങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചാലാണ്? ഓരോ കുട്ടികളുടെ സ്വഭാവം വ്യത്യസ്തമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ചില കുട്ടികൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള പവർ ഉണ്ടാവും. ചില കുട്ടികൾക്ക് എങ്ങനെയാണ് ആക്ടിവിറ്റീസുകളിലൂടെ ആയിരിക്കും പഠിക്കാനായിട്ട് ഇഷ്ടം അല്ലെ? ചില കുട്ടികൾക്ക് ബുക്സ് റീഡ് ചെയ്ത് വായിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടാവും. അവരുടെ സ്വഭാവം മനസ്സിലാക്കി സ്വഭാവം മനസ്സിലാക്കുന്നതിന് സൈക്കോളജി പഠിച്ചിരിക്കണം വേണ്ടേ? അപ്പൊ ആ സ്വഭാവം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിനെ ഈ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ദെൻ പിന്നെന്തായിരുന്നു പഠിച്ചത്? ഡെവലപ്മെന്റൽ സൈക്കോളജി. ലൈഫ് സ്പാൻ സൈക്കോളജി എന്തായിരുന്നു? ജീവിതത്തിലുടനീളം പെരുമാറ്റത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നുള്ള പഠനം. ഒരു ലൈഫ് സ്പാനിൽ ഒരു വ്യക്തിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ സ്വഭാവത്തിലാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് കോഗ്നിറ്റീവ് പ്രോസസ്സിലാണെങ്കിലും എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയുന്നത്. ദെൻ പിന്നെ എന്തായിരുന്നു പഠിച്ചത്? ചൈൽഡ് സൈക്കോളജി. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു ചൈൽഡ് സൈക്കോളജി? കുട്ടികളിലെ പെരുമാറ്റത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള പഠനം. കുട്ടികളിലെ എന്താണ് സ്വഭാവത്തെ കുറിച്ചും അവരുടെ പെരുമാറ്റത്തെ കുറിച്ചും അവരുടെ വികസനത്തെ കുറിച്ചുമുള്ള പഠനമാണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി HR ഷാഫർ എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി? ശാസ്ത്രീയ പഠനം, സയന്റിഫിക് സ്റ്റഡി ആണെന്ന് പറയുന്നത് അല്ലെ? കുട്ടികളിലെ പെരുമാറ്റത്തെ കുറിച്ചും അതേപോലെ തന്നെ വികസനത്തെ കുറിച്ചുമുള്ള ഒരു സയന്റിഫിക് സ്റ്റഡി, ശാസ്ത്രീയ പഠനമാണ് സൈക്കോളജി എന്നാണ് HR ഷാഫർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സൈക്കോളജി എന്താണ്, ചൈൽഡ് സൈക്കോളജി എന്താണ്? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തായിരിക്കാം? ഒന്ന് കണക്ട് ചെയ്ത് ആ വേർഡ്സ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ. എന്താണ് അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തായിരിക്കാം? കുട്ടികളിലെ പഠന നിലവാരം ഉയർത്തുന്നതിനൊക്കെ ആയിട്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എന്താണ് അതിൽ പറയുന്നത്? ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ, അതായത് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു വ്യക്തി എങ്ങനെ നോളജ്, അറിവ് നേടുന്നു, ആ അറിവ് എങ്ങനെ നിലനിർത്തുന്നു, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഒരു വ്യക്തി എങ്ങനെ, വ്യക്തി മീൻസ് ഒരു കുട്ടി ആയിരിക്കാം അല്ലെ? ഒരു കുട്ടി എങ്ങനെ അറിവ് നേടുന്നു, നോളജ് എങ്ങനെ കളക്ട് ചെയ്യുന്നു, ആ നോളജ് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, അതെപ്പോൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഓക്കെ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ്
വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പഠനം. ഓക്കെ, ഇതിനെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാമോ മിസ്സേ? ഓക്കെ, പറയാം. അതായത് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഒരു കുട്ടി എങ്ങനെ അറിവ് നേടുന്നു. ഓക്കെ, പല രീതിയിൽ അറിവ് നേടാം. ഓക്കെ, ആ അറിവുകൾ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, എങ്ങനെ ഓർത്തു വെക്കുന്നു. ഓക്കെ, ഇനി അത് എങ്ങനെയാണ്, എപ്പോഴാണ് ആവശ്യം വരുന്നത്, ആ സമയത്ത് എങ്ങനെ ഈ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ആ നോളജ് എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള ഒരു പഠനമാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി ഈ സൈക്കോളജി ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്, ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ടീച്ചേഴ്സിന് എന്താണ് സൈക്കോളജി അവർ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ പഠനം ടീച്ചറിനെ എങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ സൈക്കോളജി പഠിക്കുന്നതിലൂടെ ടീച്ചർക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്? എന്തൊക്കെയായിരിക്കാം എന്ന് ആലോചിച്ച് പറയൂ. ഒരു കുട്ടിയുടെ സ്വഭാവം പെട്ടെന്ന് കുട്ടികളുടെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. സ്വഭാവം, ഏത് രീതിയിലുള്ള സ്വഭാവം മാനേജ് ചെയ്യാൻ പറ്റും. മൈൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മൈൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന കുട്ടികൾ ചിലർ അല്ലെ, പെട്ടെന്ന് ദേഷ്യം വരുന്ന കുട്ടികൾ ഉണ്ടാകാം, പെട്ടെന്ന് കരച്ചിൽ വരുന്ന കുട്ടികൾ ഉണ്ടാകാം അല്ലെ. അപ്പൊ അവർ ഏത് രീതിയിലായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല. അവരുടെ വീക്ക്നെസ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അവരുടെ വീക്ക്നെസ് എന്താണ്? ഓക്കെ. ദെൻ കുട്ടികളുടെ പഠന നിലവാരം മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുട്ടികൾക്ക് ഏത് രീതിയിൽ പഠിച്ചാലാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒരു ടീച്ചറെ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അത്തരം കുട്ടികൾക്ക് വേണ്ടി ഏത് രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? ഓക്കെ, അതിനെല്ലാം ടീച്ചേഴ്സിനെ ഈ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കാം? ഓക്കെ, മൂഡ് ചേഞ്ചസ് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ. കുട്ടികളിലെ മൂഡ് ചേഞ്ചസ് മനസ്സിലാക്കാനായിട്ട് ഈ സൈക്കോളജി ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൈക്കോളജിയെ കുറിച്ചുള്ള പഠനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കാം? അവർ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നു മാഡം. ഇന്ററാക്ട് ചെയ്യുന്ന രീതി ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാവോ? കുട്ടികൾ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ, അത് വീക്കാണോ അല്ലെങ്കിൽ അത് ദേഷ്യത്തോടെയാണോ ഹാപ്പി ആയിട്ടാണോ, അങ്ങനെയുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെയാണ് റിലേഷൻഷിപ്പ്, നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഈ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ കുട്ടികളുടെയും സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓരോ പിള്ളേർക്കുള്ള കഴിവുകള് കണ്ടുപിടിക്കാനായിട്ട്. കഴിവുകൾ, കുട്ടികളിലെ സ്കില്ല് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് എന്താണ്, പഠിക്കാൻ വീക്ക് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അത്തരം കുട്ടികളുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ അതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അവന് പഠിക്കാൻ കഴിയാത്തത്, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ സൈക്കോളജി പഠിക്കുന്ന ഒരു ടീച്ചർക്ക് കഴിയുന്നതായിരിക്കും. ദെൻ പിന്നെന്താണ്? അവരുടെ ഓരോ മൂവ്മെന്റ്സും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ദേഷ്യം കയറിയിരിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, എങ്ങനെയൊക്കെ അവര് റിയാക്ട് ചെയ്യുന്നല്ലേ, ഓരോ സിറ്റുവേഷൻസിലും ഓരോ ഇമോഷൻസിലും ഒരു കുട്ടി എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. ദെൻ പെട്ടെന്ന് ദേഷ്യം ഇപ്പൊ ചില വീക്കായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് ആ കുട്ടികൾക്ക് നൽകേണ്ടത്, എങ്ങനെയാണ് അവന്റെ പഠന നിലവാരം ഉയർത്തേണ്ടത്, ഇതിനെല്ലാം സൈക്കോളജി ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? സൈക്കോളജി എന്താണ്?
ചൈൽഡ് സൈക്കോളജി പഠിച്ചു, അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അത് ടീച്ചേഴ്സിന് എങ്ങനെ എന്തെല്ലാം ഗുണങ്ങളാണ് നൽകുന്നത്, സൈക്കോളജി പഠിക്കുന്നതിലൂടെ ഒരു ടീച്ചേഴ്സിന് എന്തെല്ലാം ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത്. ഓക്കെ, ഒരു കുട്ടിയെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെ, അവന്റെ കഴിവുകൾ അവന്റെ കുറവുകൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്, പഠന നിലവാരം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, വീക്കാണെങ്കിൽ ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ വീക്കായത്, ഓക്കെ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടും മൂഡ് സിങ്സിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടും അല്ലെ സ്വഭാവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടും ഒരു ടീച്ചറിന് കഴിയുന്നതായിരിക്കും. അപ്പൊ അത്തരം കുട്ടികൾ എങ്ങനെയാണ് പ്രത്യേക കെയർ നൽകേണ്ടതാണ് അല്ലെ. ഇപ്പൊ വീക്ക്നെസ് പഠിക്കാനായിട്ട് എന്തെങ്കിലും വീക്കുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയിൽ ഏത് രീതിയിലുള്ള മെത്തേഡ് അപ്ലൈ ചെയ്താൽ നല്ല രീതിയിൽ അവനെ പഠന നിലവാരം അവന്റെ ഉയർത്താൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ടീച്ചർക്ക് കഴിയുന്നതായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ഇനി ചെറിയൊരു ബ്രേക്ക് എടുക്കാം. സോ ആക്ഷൻ സോങ്. ഇനി ആരാ ആക്ഷൻ സോങ് ചെയ്യാത്ത? ആരാ ഇതില്? ആരൊക്കെയുണ്ട് ചെയ്യാത്തത്? ഞാൻ ചെയ്തില്ലായിരുന്നു ടീച്ചർ, അന്നേരം എനിക്ക് തൊണ്ടവേദനയായിരുന്നു. കൃഷ്ണേന്ദു അല്ലേ? ആ ഓക്കെ, ഇപ്പൊ റെഡി ആണോ കൃഷ്ണേന്ദു? ഒരു 5 മിനിറ്റ്. ഓക്കെ ഓക്കെ. ദെൻ ഇൻ ബിറ്റ്വീൻ വേറെ ആരെങ്കിലും റെഡി ആണോ? ചെയ്യാത്തവർ ആരൊക്കെയാന്ന് പറയൂ. ആരൊക്കെ ആക്ഷൻസ് ഒന്നും ചെയ്യാത്തത്? ഞാൻ ചെയ്തില്ലായിരുന്നു മാഡം. ഇപ്പൊ റെഡി ആണോ അനിയൻ? ചെയ്യാം. ചെയ്തോളൂ. Na na na, I'm so happy, oh so happy, sing with me. Clap, clap, clap your hands. Stomp, 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 stomp your feet. Swing, swing, swing your arms. Dance everybody and sing with me. Na na na, I'm so happy, oh so happy, sing with me. Jump, jump, jump around. Touch the sky and touch the ground. Shake, shake, shake your hips. I know a song and it goes like this. Na na na, I'm so happy, oh so happy, sing with me. Okay. സോറി. ഓക്കെ, അനു നന്നായിട്ടുണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ, നന്നായിട്ട് ചെയ്തു. ദെൻ ഹൂസ് നെക്സ്റ്റ്? വേറെ ആരാ? മാം, വീഡിയോ ഓൺ ആക്കാണ്ട് പറയാൻ പറ്റുമോ? ഓക്കെ, ആക്ഷൻ ചെയ്യണോട്ടോ അവിടെ. യൂട്യൂബില് വരുന്നതല്ലേ, അതുകൊണ്ട്. ഓക്കെ. ചെയ്തോളൂ ഷഹന. മൈക്ക് ഓൺ ആക്കിക്കോളൂ. Okay, ma'am. Rain on the green grass, rain on the green grass, rain on the trees, rain on the trees, rain on the rooftop, rain on the rooftop, but not on me, not on me. എത്ര? ഇവിടെ ഭയങ്കര സ്പീഡായി പോയി. റെയിൻ ഓൺ എന്നാണ് പറഞ്ഞത്. റെയിൻ ഓൺ അല്ലേ? സ്പീഡ് സ്പീഡായി പോയി. ഓക്കെ, നെക്സ്റ്റ് ടൈം എന്താണ് സ്ലോലി പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇംപ്രൂവ് ചെയ്യാം മാം. ഓക്കെ. ദെൻ who is next?
വേറെ ആരാ? കൃഷ്ണേന്ദു റെഡിയാണോ? കൃഷ്ണേന്ദു ടീച്ചറെ ചെയ്തോളൂ. Twinkle, twinkle, little star, how I wonder what you are. Up over the world so high, like a diamond in the sky. Thank you. ഓക്കെ നന്നായിട്ടുണ്ടായിരുന്നു കൃഷ്ണേന്ദു. സൂപ്പർ. ഓക്കെ. ദെൻ വേറെ ആരാ? ആക്ഷൻസ് ഒന്നും ചെയ്യാനെന്താ ആരും ഇല്ലാത്തെ? പേര് പറയൂ, ചെയ്യാത്തവരാരൊക്കെയാ? ആക്ഷൻ സോങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു ആക്ടിവിറ്റിയിലോട്ട് പോകാനുണ്ട്. ഓക്കെ, എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. ആരൊക്കെയാ? നിത്യ. ഓക്കെ, നിത്യ റെഡിയാണോ? നിത്യ ഇനി ഇതിൽ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടോ? ആക്ഷൻ സോങ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതാരും റെസ്പോണ്ട് ചെയ്യാത്ത എന്താ? ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ആക്ഷൻ സോങ്? ചെയ്തതാണ്. ചെയ്യാത്തവര്? അശ്വതി ചെയ്തായിരുന്നു. അശ്വതി ചെയ്തു 2 തവണ ചെയ്തതാ. ഓക്കെ. ദെൻ അപ്പൊ എന്താ ചെയ്യാ? നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് ആക്ഷൻ സോങ് കംപ്ലീറ്റ് ചെയ്തവര് സ്റ്റോറി ടെല്ലിംഗ് ആവാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? സ്റ്റോറി ടെല്ലിംഗ്. ഓക്കെ, എന്താ സ്റ്റോറി ടെല്ലിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മോറൽ ഉണ്ടായിരിക്കണം. ഓക്കെ, മോറൽ. ദെൻ മോറൽ ഉണ്ടായിരിക്കണം. ദെൻ ആയിരിക്കണം പറയുന്നത്. എന്തോ ക്ലിയർ ആയില്ല. എക്സ്പ്രസീവ് ആയിട്ട് പറയണം. ഓക്കെ, എക്സ്പ്രസീവ് ആയിരിക്കണം. അതേപോലെ സൗണ്ട് മോഡുലേഷൻ അല്ലെ? സൗണ്ടിന് എന്താണ് ഇത്രത്തോളം പ്രാധാന്യമുണ്ട്. ഒരു സ്റ്റോറി പറയുമ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടറിനെയും റെക്കഗ്നൈസ് ചെയ്യും. മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആ സൗണ്ട് മോഡുലേഷൻ. ചില പ്രത്യേക ക്യാരക്ടേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറയുമ്പോൾ സൗണ്ട് ഒന്ന് പതിയെ റേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡൗൺ ചെയ്തുകൊണ്ടൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പൊ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് എസ്പെഷ്യലി അതൊക്കെ മിക്ക വാക്കുകൾ എന്താണ് അവർക്ക് ഫെമിലിയർ ആയിരിക്കില്ല, മീനിങ് ഒന്നും അറിയാൻ പറ്റില്ലായിരിക്കും. അപ്പൊ അവർ കൂടുതലും കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ എക്സ്പ്രഷനിലൂടെയൊക്കെയാണ് അല്ലെ? നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതേപോലെ ബോഡി ലാംഗ്വേജിലൂടെയൊക്കെയാണ് അവർ ഓരോ കാര്യങ്ങളും എന്താണ് ഇപ്പൊ നടക്കുന്നത്, ആ സ്റ്റോറി എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ഒരു ബുക്ക് എടുത്ത് ആ സ്റ്റോറി കാണാതെ വെറുതെ ജസ്റ്റ് റീഡ് ചെയ്താൽ മതിയോ? അത് മാത്രം മതിയോ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ? പഠിക്കണം. ഒരു ക്ലാസ് റൂമിൽ ഒരു ഓഡിയൻസിന് മുന്നിൽ, കുട്ടികളുടെ മുന്നിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കണം ഇപ്പൊ സ്റ്റോറി ടെല്ലിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ചുകൂടി എന്താണ് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം. എന്താണ് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം?
അനിമൽസിന്റെ ഒക്കെ സ്റ്റോറീസ് കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? കേൾക്കുന്നില്ല ഇപ്പോ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മൾ ഈ സ്റ്റോറി ബൈ ഹാർട്ട് ചെയ്തിട്ട് അങ്ങനെയാണോ എന്ന് പറയേണ്ടത്? അതല്ല, ഒരു ഇപ്പോ LKG പഠിക്കുന്ന കുട്ടിയുണ്ട് എനിക്ക്, അപ്പൊ ആ കുട്ടിയുടെ ബുക്ക് എടുത്ത് അത് നോക്കി ഇപ്പൊ ക്ലാസ്സിൽ എങ്ങനെയാണോ കുട്ടികൾക്ക് സ്റ്റോറി പ്രസന്റ് ചെയ്യുക ആ രീതിയിൽ ചെയ്താൽ മതി? എങ്ങനെയാ? നിങ്ങൾക്ക് കംഫർട്ട് ഏതാണ് കൺവീനിയന്റ് ആയിട്ടുള്ള രീതി സെലക്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ചെറിയ സ്റ്റോറി മതി, വലിയ സ്റ്റോറി ഒന്നും വേണ്ട, ചെറിയ സ്റ്റോറി മതി. ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ് അത്രയും നല്ലത്. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇടണോ അല്ലെങ്കിൽ എന്താണ് ബുക്ക് നോക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അവിടെ. ഓക്കെ, ബുക്ക് നോക്കി വായിക്കണോ അല്ലെങ്കിൽ ഇപ്പൊ ഏത് എക്സ്പ്രഷൻ ആണ് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്താണ് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ സ്റ്റോറീസ് ഒക്കെ ആണെങ്കിൽ അത് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, ചെറിയ സ്റ്റോറി മതി. അതിനൊരു മോറൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു, സൗണ്ട് മോഡുലേഷൻ ശ്രദ്ധിക്കണം, എക്സ്പ്രഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷനും പ്രാധാന്യമുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്യേണ്ടത്. മാമിന്റെ ക്ലാസ് ഇനി തേഴ്സ്ഡേ ഉണ്ടോ അതോ നെക്സ്റ്റ് മൺഡേ ആണോ? നെക്സ്റ്റ് മൺഡേ ആയിരിക്കുള്ളൂ. അപ്പൊ നെക്സ്റ്റ് മൺഡേ എന്ന് പറയുമ്പോ 1 വീക്കോളം എന്താണ് ടൈം ഉണ്ട് പഠിക്കാനായിട്ട് അല്ലേ? അപ്പൊ ചെറിയൊരു സ്റ്റോറി പഠിക്കാം, അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ആക്ഷൻ സോങ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡെയിലി ഇത്ര എല്ലാ മിസ്സിന്റെ ക്ലാസ്സിലും ഉണ്ടായിരിക്കാം, എല്ലാ മിസ്സുമാരുടെ ക്ലാസ്സിലും ഇല്ല ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടോ? എനിക്ക് പറയാറുണ്ട്. അപർണ മാമിന്റെ സെമിനാർ പ്രസന്റേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇതുവരെ അപ്പൊ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് കുറച്ച് കോൺഫിഡൻസ്, ധൈര്യം കിട്ടും ഇങ്ങനെ ഇതിലെ ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ. ക്ലാസ് റൂമിൽ ചെന്നിട്ട് നല്ല രീതിയിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ തിയറി മാത്രം പഠിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, ഓക്കെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷെ എന്താണ് പ്രാക്ടീസിന്റെ ഒരു കുറവുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമാണ് നിങ്ങൾക്ക് ഈ ടൈപ്പ് കിട്ടുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ എന്താണ് റൈംസുകളൊക്കെ ഈ സമയത്ത് എന്താണ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ മാം എന്റെ പ്രൊജക്ട് അസൈൻമെന്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഏത് ചാപ്റ്ററിലായിരുന്നടാ? ഒന്ന് മാത്രമേ ഫസ്റ്റ് ചെയ്തിട്ടില്ലേ, അത് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, നോക്കാട്ടോ. നമ്മൾ അസൈൻമെന്റിന് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ആഴ്ച. 3 ആഴ്ച ഇപ്പൊ കഴിഞ്ഞല്ലോ മാം, എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട്. നോക്കാട്ടോ, നോക്കാം. മാം ലാസ്റ്റ് എടുത്ത മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റും വന്നിട്ടില്ല. അതുപോലെ ആ ചാപ്റ്ററിന്റെ അസൈൻമെന്റ് ഇടുമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് കണ്ടിട്ടില്ല. മോക്ക് ടെസ്റ്റ് ഇട്ടിരുന്നല്ലോ, കിട്ടിയില്ല? മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഉണ്ടോ എന്നാ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, സോറി. മോക്ക് ടെസ്റ്റ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, ചെയ്തില്ല എല്ലാവരും? ചെയ്തു മാം. മോക്ക് ടെസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അസൈൻമെന്റ് ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ, അത് ഇട്ടേക്കാം കേട്ടോ, അസൈൻമെന്റ് ഇടാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്താണ് സൈക്കോളജിയുടെ ബാക്കി ചെറിയൊരു ചാപ്റ്റർ ആണ് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി. ഓക്കെ, നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ടീച്ചേഴ്സിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്, സൈക്കോളജി പഠിക്കുന്നതിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത്, അത് വരുന്നുണ്ട്. പിന്നെ എന്താണ് ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ, കുട്ടികളെ കുറിച്ചും അവരുടെ സ്വഭാവത്തെ കുറിച്ചും അത് കുറച്ച് ചെറിയൊരു പാരഗ്രാഫ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മോണ്ടിസോറിയുടെ കോൺസെപ്റ്റ് എന്താണ്, അത്തരം കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാനായിട്ട്. ക്ലിയർ ആണല്ലോ? സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ? മറ്റേതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ പരിചയമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഹെൽത്ത് എന്താണ്, ഹൈജീൻ എന്താണ് അല്ലേ? ഇപ്പൊ സൈക്കോളജി കുറച്ച് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അതിനെ അപേക്ഷിച്ച് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
എന്റെ ക്ലാസ് റൂമിൽ ഇന്നലെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ മോക്ക് ടെസ്റ്റ് വന്നിട്ട് കാണുന്നില്ല. ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കി. എന്ത് പറ്റിയത്? അറിയില്ല, സാധാരണ മെയിലായിട്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതാ. എന്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടലുണ്ട്. ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു പ്രശ്നം. എടാ ബാക്കിയുള്ളവർക്ക് കിട്ടിയതല്ലേ മെന്റൽ ഹെൽത്തിന്റെ ക്വസ്റ്റ്യൻ? ഇല്ല മിസ്, എനിക്ക് വന്നിട്ടില്ല. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആർക്കൊക്കെ വന്നിട്ടുണ്ട്? ഓക്കെ, കെസിയ ജോർജ് വന്നിട്ടുണ്ട്. അപ്പൊ എന്താ കുറച്ച് വരാത്തത്? ചിലർക്ക് മാത്രം. ഐ ഡോണ്ട് നോ. നോക്കട്ടെ, ഞാൻ പറയാം. വന്നിട്ടുണ്ട്. ആ ഓക്കെ. അറ്റൻഡ് ചെയ്തതാ ഞങ്ങള്. ഞാൻ വന്നിട്ടുണ്ട്. അറ്റൻഡ് ചെയ്തു. ആ ഓക്കെ. നോട്ടിഫിക്കേഷൻ വന്നില്ലായിരുന്നു? മെയിൽ നോട്ടിഫിക്കേഷൻ വന്നോ? ഇല്ല മാം, വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പൊ വന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നുകൂടെ പോയി ചെക്ക് ചെയ്തതാ ബാക്ക് ചെയ്തിട്ട്. അപ്പൊ വന്നിട്ട് കാണുന്നില്ല എന്റെ ഇതില്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും വന്നിട്ടുണ്ട്. ആ ഒറ്റ ചാപ്റ്റർ മാത്രം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഈവൻ പാർട്ട് 2 അപർണ മാം ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെത് പോലും വന്നിട്ടുണ്ട്. ഇത് മാത്രം വന്നിട്ട് കാണുന്നില്ല. എനിക്കും ഇതുപോലെ തന്നെയാണ് മിസ്. ഞാനും ഇപ്പൊ ക്ലാസ് റൂം സെർച്ച് ചെയ്തപ്പോ കണ്ടില്ല. ബാക്കി എല്ലാത്തിനും ഉണ്ട്. അല്ല, ഞാൻ അയച്ചിട്ടുണ്ട്. കുറച്ച് പേര് എന്താണ് അറ്റൻഡും ചെയ്തിട്ടുണ്ട് MCQ അല്ലേ? കുറച്ചു പേർക്ക് മാത്രം വരാത്തത് എന്തുകൊണ്ടായിരിക്കാം? എന്തായാലും ഞാൻ നോക്കട്ടെ. ഞാൻ ടെക്നിക്കൽ ടീമിന് എന്തോ മെജോറിറ്റിയും വന്നിട്ടില്ല. ആ ഓക്കെ ഓക്കെ. എനിക്കും വന്നിട്ടില്ല മാം. വന്നേക്കുന്നത് ആർക്കാ? റിസ്വാനക്ക് വന്നു. എന്താണ് നോട്ടിഫിക്കേഷൻ വന്നു റിസ്വാന? മാം അതിനകത്തൊരു ഇതുണ്ട് കേട്ടോ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് വന്നത്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ല. എന്തോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് ചാപ്റ്റർ വന്നത്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ല. അത് വേറെ ചാപ്റ്റർ അല്ലേ? ഇപ്പൊ ലാസ്റ്റ് വന്നത് അശ്വതി മാം മാറിപ്പോയതാ. സോറി. അതെ അതെ. മെന്റൽ ഹെൽത്തിന്റെ വന്നിട്ടില്ല. ഹെൽത്ത് ആൻഡ് ഹൈജീനിന്റെ വന്നിട്ടുണ്ട്. അതെ അതെ അതെ. സോറി, അത് പെട്ടെന്ന് നോക്കിയപ്പോ മാറിപ്പോയതാ. അപ്പൊ ആർക്കും വന്നിട്ടില്ല ഇത് മെന്റൽ ഹെൽത്തിന്റെ? ഇല്ല. അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഞാൻ അയച്ചതായിരുന്നു. അത് നോക്കട്ടെ. ഇത് കഴിയുമ്പോ തന്നെ ഇട്ടേക്കാം കേട്ടോ. ചെക്ക് ചെയ്തേക്കട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മളന്ന് ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ആഴ്ചക്കുള്ളിൽ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി ഒരു അപ്ഡേറ്റ്സ് ഒന്നും വന്നില്ല. സാറിന്റെ ക്ലാസ് ആയിരുന്നില്ലേടാ അത്? നമുക്ക് ഡൗട്ട് ക്ലിയറിംഗിന് വേണ്ടിട്ട് ഒരു സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടായത് എന്തോ? അതെപ്പോഴാ ഉണ്ടായത് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ? ഒരു സാറ്റർഡേ ആയിരുന്നു. കുറച്ച് നാളായി. ഓക്കെ. അപ്പൊ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് തരാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. എല്ലാത്തിനും പ്രിന്റ് എടുത്ത് ഇപ്പൊ ഒരുപാട് ഇങ്ങനെ ക്യാഷ് ആവുകയാണേ. അപ്പൊ നമ്മള് ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം ചോദിച്ചിരുന്നു. ഓക്കെ. മാം, നമ്മുടെ ഈ PDF തന്നെയല്ലേ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് വരിക? ഈ PDF തന്നെയല്ലേ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് വരിക? PDF തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ അതെല്ലാം കൂടി സ്പൈറൽ ചെയ്ത് തരുമായിരിക്കും. അതായിരിക്കും അല്ലേ? ഞാനപ്പോ ഈ PDF ഒക്കെ ഓൾറെഡി പ്രിന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവോ? പ്രിന്റ് ഉള്ളവർ അത് തന്നെ നമുക്ക് കീപ്പ് ചെയ്താൽ മതി. പ്രിന്റ് ഔട്ട് ഫുൾ ആയിട്ട് എടുത്തതാ. അത്രയും ബണ്ടിൽ ചിലപ്പോൾ കീപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. മിസ്സായി പോയാലെന്ന് കരുതിയായിരിക്കാം അത്തരം ടെക്സ്റ്റ് ബുക്ക് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിവേ സാറിന്റെ നമ്പർ ഉണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ. ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കട്ടോ. ഓക്കെ. അപ്പൊ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? സൈക്കോളജി ആയിരുന്നു. എന്തൊക്കെയായിരുന്നു പെട്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന്? കീർത്തന, പറയാം. എന്തൊക്കെ മനസ്സിലായി ഇന്നത്തെ ക്ലാസ്സിൽ?
സൈക്കോളജി വന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അത് 2 വേർഡായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സൈക്കോ ആൻഡ് ലോഗോസ്. സൈക്കോ എന്ന് വെച്ചാൽ സോൾ ആൻഡ് ലോഗോസ് എന്ന് വെച്ചാൽ സയൻസ്. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഇതിന് കുറെ സെർവൽ ബ്രാഞ്ചസ് ഉണ്ട്. അതായത് സൈക്കോളജിയുടെ മീനിങ് എന്തായിരിക്കും അപ്പോ? എന്താ മാം? സൈക്കോളജിയുടെ മീനിങ് എന്തായിരിക്കും? സൈക്കോളജി വെച്ചാൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്നാണ് പറയാ. അത് ഡെഫിനിഷൻ. മീനിങ് എന്താണ് സൈക്കോളജി? ആ ടേമിന്റെ മീനിങ് എന്തായിരുന്നു? സയൻസ് ഓഫ് സോൾ അല്ലെ? സയൻസ് ആണെന്ന് പറഞ്ഞു. സൈക്കോളജി എന്താണ്? ക്ലിയർ ആണല്ലോ? കണ്ടിന്യൂ ചെയ്തോളൂ കീർത്തന. പിന്നെന്തായിരുന്നു? പിന്നെ സൈക്കോളജി സയൻസ് ബിഹേവിയർ ഓഫ് ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് ആണ്. Psychology is the science of behavior and cognitive process. ഡെഫിനിഷൻ ആയിട്ട് എങ്ങനെ പറയാം? എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. ബിഹേവിയറിനെ കുറിച്ചും അതേപോലെ തന്നെ കോഗ്നിറ്റീവ് പ്രോസസിനെ കുറിച്ചുമുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് ഡെവലപ്മെന്റ് സൈക്കോളജി ഉണ്ട് അതിനകത്ത്. അത് ലൈഫ് ഓഫ് സ്പാനിന്റെ പേരിലും അറിയപ്പെടുന്നുണ്ട്. ലൈഫ് സ്പാൻ സൈക്കോളജി. അതെ അതെ. ഇത് ചേഞ്ച് ഇൻ ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഒരു ലൈഫ് സ്പാനിൽ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അല്ലെ? സ്വഭാവത്തിലാണെങ്കിലും വൈജ്ഞാനിക പ്രക്രിയയിലാണെങ്കിലും കോഗ്നിറ്റീവ് പ്രോസസ്സിലാണെങ്കിലും സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ലൈഫ് സ്പാൻ സൈക്കോളജി. ഓക്കെ, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കോളജി. ദെൻ പിന്നെ ഇതിനെ HR ഷാഫ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ്. അല്ലല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഏത് സൈക്കോളജിയെ കുറിച്ചാണ്? കേട്ടോ. മറ്റേത് കീർത്തന ഇപ്പോൾ പറഞ്ഞത് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്താണെന്നാണ്. അതിനുശേഷം പറയുന്നുണ്ട് ഇത് കൂടുതലും റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏതിനൊക്കെയാണ്? ചൈൽഡ് സൈക്കോളജിയുമായിട്ടും അതിൽ തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയിട്ടാണ്. എന്താണ് ചൈൽഡ് സൈക്കോളജി? എന്താണ് ചൈൽഡ് സൈക്കോളജി? ചൈൽഡ് സൈക്കോളജി എന്ന് വെച്ചാല് കുട്ടികളിൽ ഉണ്ടാകുന്ന ബിഹേവിയറും ഡെവലപ്മെന്റും കൺസേൺ ചെയ്യുന്നതിനാണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? കുട്ടികളിലെ സ്വഭാവത്തെ പെരുമാറ്റത്തെ കുറിച്ചും അവരിൽ ഉണ്ടാകാവുന്ന എന്താണ് ഡെവലപ്മെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് ചൈൽഡ് സൈക്കോളജി. ഓക്കെ, ഇപ്പോഴാണ് നമ്മുടെ HR ഷാഫർ ഒരു ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്. എന്താണ്? സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. കുട്ടികളുടെ സ്വഭാവത്തെയും അതായത് പെരുമാറ്റത്തെയും അവരുടെ പ്രവർത്തനത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ചൈൽഡ് സൈക്കോളജി എന്ന് HR ഷാഫർ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ദെൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്തായിരുന്നു? എഡ്യൂക്കേഷണൽ സൈക്കോളജി സ്നിത എന്തായിരുന്നു എഡ്യൂക്കേഷണൽ സൈക്കോളജി? ഞാൻ പറഞ്ഞാ മതിയോ? എഡ്യൂക്കേഷനിലേക്ക് ഒരു കുട്ടി എങ്ങനെ അറിവ് നേടുന്നു, ആ അറിവ് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, പിന്നെ അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആ അറിവ് ഉപയോഗിക്കുന്നതിന് പിന്നെ കുറിച്ചുള്ള പഠനമാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതായത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു കുട്ടി എങ്ങനെ അറിവ് നേടുന്നു, സ്റ്റോർ ചെയ്യുന്നു, എപ്പോഴത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇതിന്? പിന്നെന്തായിരുന്നു ഇതുകൊണ്ട് ടീച്ചേഴ്സിനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്ത്? എന്തൊക്കെയാണ്? സൈക്കോളജി ടീച്ചേഴ്സ് ആ കോഴ്സ് പഠിക്കുന്ന ടൈമിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇവരെന്താണ് സൈക്കോളജിയും ലേൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? ആസ് എ ടീച്ചർ, ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്? ഞാൻ പറയട്ടെ ടീച്ചറെ? പേരെന്താ? പേര് പറയൂ. ഓരോ ഓരോ കുട്ടികളുടെ സ്വഭാവത്തെയും അവരുടെ കഴിവുകളും കുറവുകളെയും
കുറിച്ച് പഠന നിലവാരത്തെ കുറിച്ച് അവരുടെ കഴിവുകളെ കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ പഠന നിലവാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെന്തായിരുന്നു അവരുടെ വീക്ക്നെസ്, കുറവുകൾ എന്താണെന്ന്, ഓക്കെ, അവരുടെ ഇമോഷൻസ്, ഏത് ഇമോഷൻസിലൂടെയാണ് കുട്ടി കടന്നു പോകുന്നത്, അത്തരം ഇമോഷൻസിലൂടെ കടന്നു പോകുമ്പോൾ ആ കുട്ടിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒരു ടീച്ചറെ ചൈൽഡ് സൈക്കോളജി പഠിക്കുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ, സ്വഭാവത്തെ കുറിച്ച് മോണ്ടിസോറിയുടെ ചില കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ടീച്ചേഴ്സിനെ കുറിച്ചും, ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി, ഈ രണ്ട് ചെറിയ ടോപ്പിക് എന്താണ് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോ തന്നെ ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിന്റെ MCQ ചെക്ക് ചെയ്തേക്കാം. അയച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ, നോക്കട്ടെ, ഇനിവേ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Thank you, ma'am. Okay, bye. Thank you, ma'am. 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 Thank you.